അഞ്ചു എണീറ്റ് എണീറ്റ് എണീറ്റോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്ലെക്സ്. ഇത് ഗുഡ് ഈവനിങ് അല്ല, ആക്ച്വലി ഗുഡ് മോർണിംഗ് ആണ്. ഇപ്പോൾ രാവിലെ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു നമ്മൾ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു ദിവസം നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ആ ഒരു കമൻറ്റ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് അത് യൂസ്ഫുൾ ആകുവാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് അഞ്ചു എണീറ്റോ. അഞ്ചും ഞങ്ങൾ രാവിലെ എണീറ്റതിന് ശേഷം എന്നാൽ 10 മിനിറ്റ് കിടക്കാമെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായി. 6 മണിക്ക് അലാം വെച്ചാണ് 7 മണിക്കാണ് എണീറ്റിട്ട് ബാക്കി പറയാം. വാ. ഇന്ന് 5 വന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇവള് വന്നിട്ട് ഇവളുടെ ഉറക്കമൊക്കെ റെഡിയായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് അടുത്തൊരു മെയിൻ കാരണം ഇവളാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയപ്പോഴത്തേക്കാളും എനിക്ക് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ, നീ എൻ്റെ ലാസ്റ്റ് കണ്ടതിനേക്കാളും എൻ്റെ ഫിസിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ? നല്ല രീതിക്കുണ്ടോ അതോ ചെറുതായിട്ടുള്ളോ? നന്നായിട്ടുണ്ട്. അത് കണ്ടപ്പോഴേക്കും അഞ്ജുവിന് ഭയങ്കര സെൽഫ് മോട്ടിവേഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജു അവിടെ ജിമ്മിൽ പോകുന്നുണ്ടോ? നീ അഡ്മിഷൻ ഉണ്ടോ ഇല്ലയോ? സത്യം പറ. ഒരു ആഴ്ചയിൽ എത്ര ദിവസം പോകും? ചിലപ്പോൾ ഇല്ല, ഒരാഴ്ചയിൽ പോകത്തില്ല, അതാണ് സത്യം. 2 ആഴ്ചയിൽ എത്ര ദിവസം പോകും? അതായത് 1.5 മാസം ഇവള് ജിമ്മിൽ പോയിട്ടില്ല. ഇവൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഞാൻ 1 മാസം കൊണ്ട് എന്ത് ചെയ്തിട്ടാണ് പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ATP എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സും അതുപോലെ അവരുടെ ടീമിൻ്റെ ആ ഒരു ഹെൽപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്ത്. നീ റെഡിയാണല്ലോ ജോയിൻ ചെയ്യാനായിട്ട്? അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്നാ അറിയോ? നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. ഒരു കാര്യം ചെയ്യാം, നിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെയ്യാം. നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. മെഷർമെൻറ്റ് എടുത്തിട്ട് ഇന്നേക്ക് 1 വീക്ക് കൊണ്ട് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ വെയിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വെയിറ്റ് നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പേര് എഴുതിക്കേ, അഞ്ചു. എൻ്റെ പേര് എഴുതിക്കേ. ഫുൾ നെയിം ഒന്നും വേണ്ടേ? 7. ഓക്കെ, നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ 2 പേരുടെയും ഡയറ്റ് പ്ലാൻ ഡിഫറെൻ്റ് ആണ് കേട്ടോ. 2 പേരുടെയും വെയിറ്റ് ഒരു സൈഡിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഹൈറ്റ് വേസ്റ്റ്. നമ്മളപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് അഞ്ചു സെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒന്ന് ചവിട്ടി കഴിയുമ്പോഴേക്കും ഫോൺ ആയി. അപ്പോൾ അഞ്ചു വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. എടി നീ ഇവിടുന്ന് പോയതിനേക്കാളും കൂടി കേട്ടോ. ഞാനും ഇവിടെ നമ്മൾ വലിയ വെയിറ്റിൻ്റെ വ്യത്യാസം ഇല്ല ഇപ്പം. ഒരു മിനിറ്റ്, ഇനി 10 കിലോ 10 കിലോ വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹൈറ്റ് 156 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഉള്ള വേസ്റ്റ് വരുന്നത് കറക്റ്റ് 35 ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മുടെ മെഷീൻ ഓൺ ചെയ്യുന്നു. എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയടി? കറക്റ്റ് ഞാൻ സ്ട്രൈറ്റ് നോക്കണേ. 68.45 ആണ് എൻ്റെ വെയിറ്റ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ അധികം വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ട്രാൻസ്ഫോർമേഷനിലാണ്. എനിക്കിനി 1 കിലോ കുറച്ച് ഞാൻ ഒരു 67, 66 ആണ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാൻ വേണ്ടി പോകും. അതിന് മുമ്പ് നിനക്കൊരു പണിയുണ്ട്. നീ നിൻ്റെ ന്യൂട്രീഷനിസ്റ്റിനെ വിളിച്ച് നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ 5 വിചാരിച്ചിരിക്കുന്ന ഒരു 4 കിലോ കുറയ്ക്കാനായിട്ടാണ്. 4 കിലോ 4 അല്ലെങ്കിൽ 5 കിലോ ആണ് അവൾ കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഡേ 1 നമ്മൾ 2 പേരുടെ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഞ്ചു നമ്മൾ പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞ പോലെ നമുക്കൊരു പ്രീ വർക്കൗട്ട് ഫുഡുണ്ട്. അപ്പോൾ അഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഡൗട്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ചെയ്യുമ്പോഴേക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. ആ ഒരു സംശയം നമ്മുടെ ന്യൂട്രീഷനിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ മാറിയല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിനകത്ത് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ വിശന്നിരുത്തിയിട്ട് ഡയറ്റൊന്നും അല്ല. അത് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ വീഡിയോ കണ്ടുകഴിയുമ്പോഴേക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഭക്ഷണം. അതായത് ഇത് രാവിലത്തെ പ്രീ വർക്കൗട്ട് മീലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെല്ലാം നമ്മൾ ഓരോ മീലായിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിശന്നിരിക്കത്തില്ല, നമ്മൾ വയറ് നിറഞ്ഞ് തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ നമ്മൾ കഴിക്കുന്നത് ഇത് ബദാം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത്. കൂടുതൽ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഫുഡാണ് രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്കൗട്ടിന് മുമ്പുള്ളത്. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വിശപ്പ് മാറും. ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാമുണ്ട്, പിന്നെ പംകിൻ സീഡുണ്ട്, പിന്നെ ഇത് കൊറോണ വൈറസ് കേട്ടോ, വാൾനട്ടാണ് കേട്ടോ, വാൾനട്ടുണ്ട്, പിന്നെ കുറച്ച് ബെറീസ്, പിന്നെ ഇതിൻ്റെ പേരാണ്
പിസ്ത കേട്ടോ. ഇത്രയാണ് നമ്മളിപ്പോൾ രാവിലെ കഴിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് അഞ്ചുവിന് സെയിം ഡയറ്റ് ആയിരിക്കത്തില്ല. നമ്മൾ ഈ ഒരു പ്രീ വർക്കൗട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടാണ് കേട്ടോ. Just have to take the hip behind, go down and up. Okay, no movement in the knees. The hip is not bending. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുവാണ്. ലൈവ് സെഷൻസിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്ന ടൈമിങ്, അപ്പോൾ നമ്മുടെ ടൈം ചൂസ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാണ്ട് പറ്റും. ഇതിനകത്ത് റെക്കോർഡ് സെഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ലൈവ് സെഷനാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ട്രെയിനർ നമ്മുടെ കൂട്ടത്തിൽ കാണും. അപ്പം നമുക്കൊരു ഫുൾ ടൈം മോട്ടിവേഷൻ കാണും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ട്രെയിനർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ലൈവ് സെഷൻസ് ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അഞ്ചിനും കൂടി ഞാൻ ചെയ്യിപ്പിക്കുന്ന ലൈവ് സെഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും അഞ്ചും കൂടെ നമ്മുടെ ഫസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നമ്മളാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് പുട്ടും പിന്നെ കൂടുതൽ കടലയും പിന്നെ 2 മുട്ടയുമാണ് എൻ്റെ ഡയറ്റിൽ വരുന്നത്. അഞ്ചുവിനും സെയിം തന്നെ പുട്ട് കഴിക്കാം, പക്ഷേ പുട്ടിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി കഴിക്കാതെ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കറിയാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു സംഭവം നിങ്ങളെ കാണിക്കാനായിട്ട് മറന്നുപോയി. നമ്മൾ അത് വീഡിയോയ്ക്കകത്ത് എടുത്തില്ലായിരുന്നു കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴെല്ലാം നമ്മുടെ ന്യൂട്രീഷനിസ്റ്റിന് നമ്മളൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മൊത്തം അവർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ ന്യൂട്രീഷനിസ്റ്റുമായിട്ട് ഷെയർ ചെയ്യുവാണ്. നിനക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശന്നായിരുന്നോ? അത് നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഫുള്ള് മഴ ആയതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഞാനാണെങ്കിൽ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ കിളിക്കൂടിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ ജിപ്സിക്ക് കുറച്ച് പണിയുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിന് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. Oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things. Realize something needs change. അപ്പോൾ അമലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. 5 രാവിലത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് 5 രാവിലത്തെ പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വിശന്ന് കുടല് ഇങ്ങനെ വിശന്നിരിക്കുവാണോ? കഴിച്ചാലോ? നമ്മളുണ്ടല്ലോ വണ്ടിയുടെ പണി തീർന്നു, കിളിക്കൂട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തു. ഇപ്പോൾ സമയം 1 മണിയാവുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ലഞ്ചാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മിഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് വിശക്കുന്നില്ല. നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ 5 ഞാനും കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഡയറ്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ അടുത്ത് പൊതുവേ കേൾക്കുന്നൊരു സംഭവമാണ് നമ്മൾ നോൺ വെജ് കഴിക്കരുത്, നമ്മൾ ചിക്കനൊന്നും കഴിക്കുകയേ ചെയ്യരുത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആയിട്ട് അവർ പറയുന്നത് നമുക്ക് ചിക്കൻ കഴിക്കും, കാരണം ചിക്കൻ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് മമ്മി എയർ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓയിലൊന്നുമില്ല, ചിക്കൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറി ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കി. ഇനി ചോറ് ഇഷ്ടമാണെങ്കിൽ ചോറ് കഴിക്കാം, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെന്നേ ഉള്ളൂ. നമുക്ക് വലിയ കാര്യമായിട്ട് വിശക്കൊന്നുമില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒരു മീനും ഉണ്ട് കേട്ടോ, ട്യൂണ. മമ്മി ഒരു പ്രത്യേക രീതിയിൽ കറി വെച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാപ്സിക്കവും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെളുത്തുള്ളി പുളിയും മാത്രം ഇട്ടൊരു മീൻകറിയുണ്ട്. അപ്പോൾ ഇത് 3 എൻ്റെ ഫുഡ്. 5 ചിക്കനും ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഒരു കറിയുണ്ട്. ഇത് വേണമെങ്കിൽ കൂട്ടാം.
പിന്നെ ചിക്കനാണ് നമ്മുടെ കറി കേട്ടോ. ഇതാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുവാണ്. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും ചൂണ്ടയിടാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിക്കുന്നതിന് മഞ്ജുൻ്റെ ഫോൺ എടുത്തിട്ടോ. എഗെയിൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ന്യൂട്രീഷനിസ്റ്റുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, കഴിക്കാം. അങ്ങനെ നമ്മൾ വൈകുന്നേരത്ത് നമ്മുടെ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ ഉള്ളതുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കണ്ടത്തിൻ്റെ സൈഡിലാണ്. ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് 1 കിലോമീറ്റർ ദൂരെ വരെയുണ്ട്. അധികം വണ്ടിയൊന്നും ഇല്ലാത്ത വഴിയാണ്. ഈ ഒരു സ്ഥലത്ത് ആൾക്കാർ രാവിലെ വൈകിട്ട് ഓടാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അഞ്ജുവിൻ്റെ ഔട്ട്ഡോർ റണ്ണിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഓടാൻ പോകുമല്ലോ, നമ്മുടെ ഔട്ട്ഡോർ റണ്ണിൻ്റെ സ്റ്റെപ്സ് അവർ നമ്മുടെ ആപ്ലിക്കേഷൻ, എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവർ നമ്മുടെ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവറേജ് ഒരു 4000-5000 അതിന് മേളിലേക്ക് എത്ര ഓടാൻ പറ്റുന്ന അത്ര നല്ലതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നമ്മുടെ ഔട്ട്ഡോർ റൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണെങ്കിൽ അധികം ഉണ്ടല്ലോ വെയിലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാണല്ലോ എനിക്ക് ആ സ്പീഡ് ഇവൾക്കൊട്ട സ്പീഡില്ല. ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് ട്രെഡ്മിൽ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അതുപോലെ ഞാൻ സ്കിപ്പും ചെയ്യുമായിരുന്നു. 5 ഇത് രണ്ടും ഇല്ല. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു സ്ട്രെച്ച് ഫുൾ ഓടണം കേട്ടോ അഞ്ചു കേട്ടോ. Oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things, realize something needs change. Cause I know you got me up, let me show you what's up. Cause enough is enough. I'll take a face full of pavement just to make a stand. അഞ്ജുവിൻ്റെ ആദ്യത്തെ ദിവസത്തെ ഓട്ടാണ്. അവൾ ശരിക്കും എടുത്തു, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ റണ്ണിങ് ഇന്നത്തെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൾ ചിലപ്പോൾ ഈ പറഞ്ഞാൽ നല്ല ബോഡി പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിനർ പറഞ്ഞായിരുന്നു ഓവറായിട്ട് ഫസ്റ്റ് ഡേ പുഷ് ചെയ്യേണ്ട, ഒരു റെഗുലർ പ്രോസസ് ആണെന്ന്. പക്ഷേ നാളെ ഇതിനേക്കാളും കൂടുതൽ ഓടാം കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് പയ്യെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് എനിക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്, ഡിന്നർ കഴിക്കുമ്പോഴേക്ക് ഡിന്നർ ഒഴിവാക്കണം, പറ്റുവാണെങ്കിൽ ഡിന്നർ കഴിക്കരുത്, വിശന്നിരിക്കണം. 5 മണി ഡിന്നർ കഴിക്കണം കേട്ടോ. ന്യൂട്രീഷനിസ്റ്റ് 5 കൊണ്ട് പറ്റത്തില്ല, ആരെക്കൊണ്ടും അങ്ങനെ ഫുഡ് കഴിക്കാമായിരുന്നു. ഈ പറഞ്ഞാൽ വയറ് വിശന്നിരുന്ന് നമ്മൾ ഈ പറഞ്ഞ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. എന്ത് ഫുഡാണ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹെലിക്യാമും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ടാണ്. നമ്മളുണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടോ. നല്ല കുഞ്ഞു പിള്ളേരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. Heating up inside of me, blood so violently, thanks for trying me. Now it's finally time to see how this rivalry becomes a അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? നീ വിശന്നോ? നിനക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശന്നോ? ഇല്ല. അതാണ് നമ്മുടെ ഈ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഒരിക്കലും വിശന്നിരിക്കത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഡിന്നർ ഞാൻ കാണിച്ചുതരാം. എൻ്റെ ഡിന്നർ തന്നെയാണ്. നമുക്ക് വൈകിട്ട് ചോറ് കഴിക്കാം. അരിയാഹാരം വൈകിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാര്യം അരിയാഹാരം പെട്ടെന്ന് ദഹിക്കും. ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി ദഹിക്കാൻ സമയം എടുക്കും. അപ്പോൾ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ദഹിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതെൻ്റെ സ്പെഷ്യൽ ഒരു മീൻ കറിയാണ്. ചൂര ഈ പറഞ്ഞ മസാല എണ്ണയൊന്നും ഇല്ലാതെ കറി വെച്ചതാണ്. പിന്നെ അഞ്ജുനും ഈ പറഞ്ഞതുപോലെ കുറച്ച് ചോറും അതിൻ്റെ കൂട്ടത്തിൽ മീൻ കറിയും പിന്നെ ഒരു വെജിറ്റബിൾ കറിയും, അതും അധികം എണ്ണയൊന്നും ചേർക്കാതെ കറി വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു 8 ദിവസത്തെ വർക്കൗട്ട് ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതിനുശേഷമാണ് നമുക്ക് നോക്കേണ്ടത് 8 ദിവസം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന്. ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അഞ്ചു. അതുകൊണ്ട് ഇനി 8 ദിവസം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. I wanna be the best in the game, invest in my name, check no restraints, I'm obsessed with the pain, I ingest, I retain, assess and I change, possessed by the thought I'll be free one day from society's restraints, money, clout and fame, a disease, a plague, we all love to hate, have to play the game, have to make a name, all our insecurities are on display. This is war with the enemy, think that it was meant to be, living in a time where disease is on every screen, I won't let them fester me, I know most are festering, negativity is a plague for the mentally weak, no mercy, all I got is working, never stop searching, never quench the thirsty, I'm toxic and psychotic, with this logic, you can't stop it, it's been chronic, since I was a boy, so neurotic and chaotic. Go! To last with the webs I'm weaving, I could change the past with all I'm achieving, got my foot on gas, never stop competing, if you break like glass, then this life's gonna eat 'em, make mistakes real fast, then you learn how to beat 'em if you take. അങ്ങനെയുണ്ടല്ലോ, ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ്. അഞ്ചു ആണെങ്കിൽ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയ് മെഷീൻ ഇവിടെയുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് അറിയാം ട്രാൻസ്ഫോർമേഷൻ എന്തോ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ എന്നാൽ അഞ്ചിനെ കണ്ടിട്ട് ഈ പറഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞതുപോലെയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കട്ടിങ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെയിറ്റ് മെഷറിങ് ആണ് കേട്ടോ. അഞ്ചു ബാ എടി, നിന്റെ ടാർഗറ്റ് 5 കിലോ ആയിരുന്നു. 5 കിലോ കുറഞ്ഞ് കാണുമോ? നിനക്ക് എന്നാ തോന്നുന്നത്? നിനക്ക് ഫിസിക്കലി ഫീൽ ചെയ്യുന്നില്ല? ഇല്ല, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഡ്രസ്സ് ലൂസായോ? ഡ്രസ്സ് ലൂസായിട്ടുണ്ടെന്നൊക്കെ ഇവള് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നീ കയറുന്നേ. റെഡി, നേരെ നോക്കി ഇപ്പം അറിയാം കേട്ടോ. എടി 54.85. നീ നേരെ നോക്കി വെക്ക്. ഒരു മിനിറ്റ് നോക്കട്ടെ, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. നീ എത്രയിലോ പറഞ്ഞ്? എനിക്ക് തോന്നേ നീ 58. നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ 58 അല്ലായിരുന്നോ? കറക്റ്റ് 58 ആണല്ലേ? 50 അപ്പം 3.2 സംതിങ്. അടിപൊളി. ഇവളുടെ ടാർഗറ്റ് എന്നാളിൽ 5 കിലോ ആയിരുന്നു, ഇവള് 3 കിലോ. ഗുഡ് ജോബ്, അടിപൊളി. അപ്പോൾ 5 എടി നീ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമോ? എന്താണ് ഞാനും 5 കൂടെ ഒരുമിച്ചാണ് UK പോകുന്നത്. അപ്പോൾ എന്താണ് എനിക്ക് നമ്മൾ ഫിറ്റ്നസ് നോക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാനിപ്പോൾ വർക്കൗട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഫിറ്റ് ആയിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് കയാക്കിങ് ചെയ്യാനായിട്ട്, ഫിഷിങ്ങിന് പോകാനായിട്ടൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഷർമെൻറ്റ്, ഫസ്റ്റ് ഡേ മെഷർമെൻറ്റ് നമ്മുടെ ടീമുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് എല്ലാം ഷെയർ ചെയ്യണം. അപ്പം 34 ആയിരുന്നു എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം മെഷർ ചെയ്തിട്ട് നമ്മുടെ ATPയുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അവർ നമ്മളെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ വെയിറ്റ് 54.85 അല്ലേ? 54.85. വേസ്റ്റ് 32 ഇഞ്ച് ബോഡി ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ നമ്മുടെ ടീമുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇവൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വർക്കൗട്ട് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഈ പറഞ്ഞ എബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുവാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇവർ പറയുന്നത് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇവരുടെ ഈ ഒരു ടീം തരുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ 100% നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്. ഈ പറയുന്ന ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു ടീമിന് മാത്രം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും അഡ്വൈസും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെയുണ്ടല്ലോ അബിൻസ് ട്രാൻസ്ഫോർമേഷൻ ടീമിൻ്റെ ഇൻസ്ട്രക്ഷൻസും അഡ്വൈസും ഒക്കെ കേട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ആളുകളുടെ ഫോട്ടോസാണ് നമ്മൾ സൈഡിൽ കാണിക്കുന്നത്. അവരൊക്കെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും ആഡ് ചെയ്യാൻ. താല്പര്യമുള്ള ആൾക്കാർ വിളിച്ച് ചോദിക്കുക. ഉറപ്പായിട്ടും ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു സർവീസ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിനിങ് എടുക്കുന്നത് പോലെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫീസ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇതിനകത്ത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. FIT@FF എന്ന് പറയുന്ന ഓഫർ കോഡ് നിങ്ങൾ വിളിക്കുമ്പോഴേക്കും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ചാനലിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു ഫിഷിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇന്നലെ ഇടാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ കുറച്ച് ഓട്ടമായിരുന്നു, ഇന്നലെ ഇടാൻ വേണ്ടി പറ്റിയില്ല. അത് നമ്മൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മുടെ ചാനൽ ഇടുന്നതാണ്. 120-125 കരിമീൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ പറയുന്നില്ല. എന്താണ് വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സുരേഖ്, അഞ്ജു തോമസ്.